ഗാന്ധി ക്വിസ്. ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ഇന്ത്യ 2025 ആഘോഷിക്കുന്നത്? ഉത്തരം 156-ാം ജന്മദിനം. മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ പത്നിയുടെ പേരെന്താണ്? ഉത്തരം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഏതു ഭാഷയിലാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ? ഉത്തരം ഗുജറാത്തി. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന്? ഉത്തരം 1915 ജനുവരി 9. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഗാന്ധിജിയാണ്. ഏത് സമരവേളയിലാണ് ഗാന്ധിജി ഈ മുദ്രാവാക്യം മുഴക്കിയത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി എത്ര അനുയായികളോടൊത്താണ് ദണ്ഡിയാത്ര ആരംഭിച്ചത്? ഉത്തരം 78. ഗാന്ധിജി എന്തിനെയാണ് എൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരാണ്? ഉത്തരം വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ? ഉത്തരം സി രാജഗോപാലാചാരി. അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി നിയമലംഘനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി നിയമലംഘനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.